ഹായ് ഫ്രണ്ട്സ്, ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി തന്നെ ആയിരിക്കും. പക്ഷേ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മീൻ കായം തേക്കുമ്പോൾ, അതായത് മസാല പുരട്ടുമ്പോൾ നമ്മൾ മസാല നല്ല തിക്കായിട്ട് കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് അയല വറുത്തെടുക്കുന്നതിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ അയലൊരു മീഡിയം സൈസുള്ളൊരു 3 അയല എടുത്തിട്ടുണ്ട്. അത് തലയോട് കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വരിഞ്ഞെടുത്തിട്ടുണ്ട്, എന്നാലേ നന്നായിട്ട് മസാലയ്ക്ക് അകത്തേക്ക് പിടിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ മീനിലേക്കുള്ള നല്ല കട്ടിയുള്ള കായം, അതായത് മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ 2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത്. സാധാ മുളക് പൊടിയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ 1 ടീസ്പൂണൊക്കെ എടുത്താൽ മതി. കാശ്മീരി മുളക് പൊടി ഒട്ടും എരിവുണ്ടാവില്ല, അതുകൊണ്ടാണ് അത്രയും എടുത്തത് കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ 3 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ഒട്ടും ഒഴിവാക്കരുത്. മല്ലിപ്പൊടിയാണ് മീനിൻ്റെ മസാലയിലേക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. ഈ പ്രത്യേകിച്ച് അയിലയും മത്തിക്കൊക്കെ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഉപ്പ് അത് ആവശ്യത്തിനിടുക. പിന്നെ നമുക്കിതിലേക്ക് എക്സ്ട്രാ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഈ ടേസ്റ്റൊക്കെ നല്ല ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. മീൻ വറുത്തെടുക്കുന്ന സമയത്ത് വിനാഗിരി അല്ലെങ്കിൽ അതിന് പകരം ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഈ കായം നമുക്ക് എല്ലാ മീനിനും തേച്ച് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു കായമാണ്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂണും കൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അയിലയും മത്തിയും ആണെങ്കിൽ സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് കുരുമുളക് പൊടി. നമ്മൾ സാധാ എല്ലാ മീനിനും കുരുമുളക് പൊടി വേണമെന്നില്ല, പക്ഷേ അയിലയ്ക്കും മത്തിക്കും കുരുമുളക് പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു കായം നല്ല തിക്കായിട്ട് എടുക്കണം. വല്ലാണ്ട് വെള്ളം ഒഴിച്ചിട്ട് വളരെ തിന്നാക്കി എടുക്കരുത്. നല്ല തിക്കായിട്ടുള്ളൊരു മസാലയാണ് നമുക്ക് വേണ്ടത്. എന്നാലേ മീനിൽ നന്നായിട്ട് ആ ഒരു മസാല പിടിക്കുകയുള്ളൂ. വളരെ തിന്നായിട്ട് മസാല പുരട്ടിയിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ ആ മീൻ ടേസ്റ്റ് ഉണ്ടാവില്ല. ഫ്രൈ ചെയ്തെടുക്കുമ്പം മുകളിൽ അല്പം മസാലയൊക്കെ ഉണ്ടാകുമ്പോഴേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ അതുപോലെ മസാല നമ്മൾ പുരട്ടിയെടുക്കുന്ന സമയത്തും ഇതുപോലെ നമ്മൾ വരിഞ്ഞെടുത്ത ആ ഒരു ഗ്യാപ്പിലൊക്കെ നന്നായിട്ട് കൈകൊണ്ട് തന്നെ മസാല പുരട്ടിയെടുക്കുകയാണെങ്കിൽ ഓരോ മീനിൻ്റെ പീസിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള മീൻ നമുക്ക് വറുത്തെടുക്കാം. ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെയാണ് മീൻ വറുത്തെടുക്കുന്നത്. കാരണം നല്ല തിക്കായിട്ടുള്ള മസാലയാണ് ഞാൻ മീനിൽ പുറത്ത് പുരട്ടാറ്. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി തന്നെ ആയിരിക്കും. പക്ഷേ കുറേ പേര് ഇങ്ങനെയെല്ലാം തോന്നുന്നു മീൻ വറുത്തെടുക്കുന്നത്. കാരണം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു മീൻ വറുക്കുമ്പോൾ മീൻ നല്ല ഡാർക്കായിട്ടുണ്ടാവും വറുത്തെടുക്കുന്ന സമയത്ത്, പക്ഷേ അകത്തൊന്നും മസാല ഇല്ലാത്ത പോലെ തോന്നാറുണ്ടെന്ന് ഒരുപാട് പേര് പറയാറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് തന്നെ. പിന്നെ കുറേ പേര് മല്ലിപ്പൊടി ചേർക്കാറില്ലെന്ന് തോന്നുന്നു ഈ മീൻ കായം തേക്കുന്നതിൽ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ പൊതുവേ മുളക് പൊടി യൂസ് ചെയ്യാത്ത ഒരാളാണ്. ഞാൻ കുറച്ച് മാത്രം മുളക് പൊടി യൂസ് ചെയ്തിട്ട് ഒരുപാട് മല്ലിപ്പൊടി ചേർത്തിട്ടാണ് മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കാറ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് മീനിൽ നല്ല ടേസ്റ്റാണ്. മുളക് പൊടിയൊന്നും അധികം വേണ്ടാത്തവർക്ക് കൂടുതൽ മല്ലിപ്പൊടി ചേർത്തിട്ടും നമുക്ക് മീൻ മസാല തേച്ചെടുക്കാം. അപ്പോൾ മീനിപ്പോൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഫ്രൈ ചെയ്തെടുക്കാം. അത് ഉടനെ വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ അല്പനേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഒരുപാട് എണ്ണയിലൊന്നും ഫ്രൈ ചെയ്തെടുക്കരുത്. ആവശ്യത്തിനുള്ള എണ്ണ മാത്രം ഒഴിക്കുക. അതിലിപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ചൂടായ ശേഷം. പിന്നെ നല്ല എണ്ണ ചൂടായിട്ട് അതൊന്ന് ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചിട്ട് വേണം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാൻ. വളരെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മീൻ ഇട്ട് കൊടുത്താൽ പെട്ടെന്നത് പുറം ഭാഗം മാത്രം നല്ല ഡാർക്കാവും, പിന്നെ അകത്തൊന്നും വേവാത്ത പോലെ തോന്നും. അപ്പോൾ നല്ല എണ്ണ ചൂടായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഓരോ മീനായിട്ട് നല്ല മസാലയോട് കൂടിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. പിന്നെ കുറേ പേർക്ക് അറിയാവുന്ന തന്നെ ആയിരിക്കും, എന്നാലും ഞാൻ പറയാം. ചെറിയ കാര്യങ്ങളാണ് നമുക്കിതിലേക്ക് ശ്രദ്ധിക്കാനുള്ളത്. മീൻ നമ്മൾ ഇട്ട് പാടെ, അതായത് ഫ്രൈ ചെയ്യാൻ ഇട്ട പാടെ തന്നെ അത് മറിച്ചിട്ട് കൊടുക്കരുത്. ഏകദേശം ഒരു സൈഡ് നന്നായിട്ട് കുക്കായിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ മാത്രം അത് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക. ഉടനെ നമ്മൾ ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ മീനിൻ്റെ തോല് ആ പാനിൻ്റെ താഴെ അവിടെ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു വശം ഏകദേശം റെഡിയായി ആ മസാലയൊക്കെ നന്നായിട്ട് ആ മീനിൽ പിടിച്ചെന്ന് കണ്ടാൽ മാത്രം അതൊന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ നല്ല കട്ടിയുള്ള മസാല ഈ മീനിൽ പുരട്ടി വെച്ചതുകൊണ്ടാണ് ഈ മീനിൽ തന്നെ ആ മസാല നന്നായിട്ട് കോട്ടായി കിട്ടിയത്. ഇത് നമ്മൾ നല്ല തിന്നായിട്ടാണ് മസാല പുരട്ടിയതെങ്കിൽ ഈ മീനിൽ ഒരിക്കലും മീൻ നല്ല വൈറ്റ് കളറിൽ തന്നെ കിടക്കും, വല്ലാണ്ട് ഡാർക്കൊന്നും ആവില്ല. ഈ മസാല വല്ലാണ്ട് കോട്ടായി കിടക്കില്ല ഈ മീനിൻ്റെ മുകളിലേക്ക്. അപ്പോൾ നല്ല കട്ടിയിൽ പുരട്ടിയാൽ മാത്രമേ ഇതുപോലെ നന്നായിട്ട് മീനിൻ്റെ മുകൾ ഭാഗത്തൊക്കെ നന്നായിട്ട് മസാലയൊക്കെ നന്നായിട്ട് കോട്ടായി കിട്ടുള്ളൂ.
അപ്പോൾ രണ്ട് വശവും നന്നായിട്ട് ഫ്രൈ ആവുന്നത് വരെ ഇതുപോലെ ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മീനും വറുത്തെടുക്കണം. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സജഷൻസൊക്കെ ഇതിന് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതാനും മറക്കരുത്. താങ്ക്